ഇത് നിവിൻ പോളിയുടെ കഥയാണ്. ഒപ്പം സജിനി തോമസിന്റെയും കഥയാണ്. ആദ്യം സജിനി തോമസിന്റെ കഥയിലേക്ക്. സജിനി തോമസ് എന്ന ഈ പെൺകുട്ടി എറണാകുളം ജില്ലയിലെ നേര്യമംഗലം സ്വദേശിനിയാണ്. ഈ പെൺകുട്ടി നിവിൻ പോളിക്കെതിരെ 2 കേസുകൾ മുൻപ് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. എറണാകുളം റൂറലിൽ വരുന്ന പോലീസ് സ്റ്റേഷനായ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് നിവിൻ പോളി ദുബായിൽ വെച്ച്, നിവിൻ പോളിയും അതുപോലെ ഇപ്പോൾ ആരോപണ വിധേയരുടെ കൂട്ടത്തിൽ വരുന്ന സുനിലും അടക്കം, AK സുനിലും അടക്കമുള്ളവർ ഇവരെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ്, മർദ്ദിച്ചു എന്നുള്ള കേസാണ്. രണ്ടാമതായി നിവിൻ പോളിക്കെതിരെ സജിനി തോമസ് കൊടുത്തിരിക്കുന്ന കേസ്, ആദ്യം കൊടുത്ത കേസിന്റെ പ്രതികാരമായി തന്നെയും കുടുംബത്തെയും വകവരുത്തും എന്ന് നിവിൻ പോളി ഭീഷണിപ്പെടുത്തുന്നു, സോഷ്യൽ മീഡിയയിലൂടെ ആക്ഷേപിക്കുന്നു. ഓൺലൈൻ മീഡിയയിലൂടെ കഞ്ചാവ് ദമ്പതികൾ ഹണി ട്രാപ്പിന് ശ്രമിച്ചു, അത് പോലീസ് ആശ്രമം പരാജയപ്പെടുത്തി എന്ന നിലയിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെ ഉള്ള ആക്ഷേപങ്ങളിൽ നിന്നും അങ്ങനെയുള്ള നീക്കങ്ങളിൽ നിന്നും തന്നെയും കുടുംബത്തെയും രക്ഷിക്കണമെന്നാണ് സജിനി തോമസ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 2024 ജൂലൈ മാസത്തിൽ നിവിൻ പോളി ഒരു കാസ്റ്റിംഗ് കോളിന്റെ ഒരു പോസ്റ്റർ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി അദ്ദേഹം പോസ്റ്റ് ചെയ്ത ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ഇദ്ദേഹം ഫ്രോഡാണ്, സ്ത്രീകളുടെ പെൺകുട്ടികളുടെ നമ്പർ സംഘടിപ്പിച്ച് അവരെ ഉപയോഗിക്കാനാണ് ഇദ്ദേഹം ഇങ്ങനെ കാസ്റ്റിംഗ് കോൾ എന്നൊക്കെ പറഞ്ഞ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പ്രസ്തുത സജിനി തോമസ്. നിവിൻ പോളിയും സംഘവും ദുബായിലെ ഒരു ഫ്ളാറ്റിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു, മയക്കുമരുന്ന് കലക്കിയ വെള്ളം മാത്രം നൽകി പീഡിപ്പിച്ചു എന്നൊരു പുതിയ കേസാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം മുൻപാകെ വന്നിരിക്കുന്നത്. ആ കേസ് നൽകിയത് ഈ പറഞ്ഞ സജിനി തോമസ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല. അത് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് വരുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും ഇതെല്ലാം ഒരു കഥാപാത്രമാണോ എന്ന കാര്യം. ഏതായാലും ഇപ്പോൾ പുതിയ പരാതിക്കാരി പറയുന്ന ആക്ഷേപത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഒന്ന്, ഈ സംഭവം നടന്നത് ദുബായിലാണ്. ഞങ്ങളൊക്കെ പറയാറുണ്ട് ഈ ദുബായ് അടക്കം അല്ലെങ്കിൽ UAE സൗദി അറേബ്യയോ കുവൈറ്റോ പൊതുവെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, പ്രത്യേകിച്ച് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് സ്ത്രീ ചൂഷണം, ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങളാണ് ഈ യുവതി ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ടൊരു കേസ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നിവിൻ പോളിക്കും സംഘത്തിനും ജയിലിടിഞ്ഞാൽ പോലും പുറത്തിറങ്ങാൻ പറ്റില്ല. അത്രയും കർശനമായ നിയമം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരായ അതിക്രമം, അതുപോലെ മയക്കുമരുന്ന്, ഈ 2 സംഭവങ്ങൾ കൊണ്ട് തന്നെ വേണമെങ്കിൽ ആജീവനാന്തകാലം അകത്ത് കിടക്കാവുന്ന വകുപ്പുകളാണ് ഈ രാജ്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ സംഭവിച്ചാൽ ചുമത്തപ്പെടുക. പിന്നെ ഈ യുവതി പലതരത്തിൽ പല ചാനലുകളിലും ഈ യുവതി നൽകിയ അഭിമുഖങ്ങൾ ശ്രദ്ധിച്ചു. പലതിലും ഇവർ മാറ്റി ഇങ്ങനെ പറയുന്ന പല കാര്യങ്ങളിലും അവ്യക്തതയൊക്കെ ഉണ്ടെന്ന് നമ്മൾ കാണുന്ന എല്ലാവർക്കും, ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും. അവിടെ ഒരു ഫ്ലോറ ക്രീക്ക് ഹോട്ടലിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഹോട്ടലിനെ കുറിച്ച് ഈ സ്ത്രീ പറയുന്നത് AK സുനിൽ വിളിച്ചിട്ടാണ് ആദ്യമായി അവിടെ പോകുന്നത് എന്നാണ്. അവിടെ വെച്ച് ശാരീരികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ വെച്ച് മറ്റ് സിനിമാ താരങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് ഇവർ പറയുമ്പോൾ അതിൻ്റെ ഒരു മറു ചോദ്യത്തിന് ഒരു മറുപടി പറയുന്നത് അവിടെയാണ് ഈ സിനിമാ താരങ്ങളെല്ലാം റൂം എടുക്കുന്നതും അവരുടെയൊക്കെ പരിപാടികൾ അവിടെയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ പിന്നീട് ഇവരുടെ ഫ്ലാറ്റിൽ, ഇവർ തന്നെ റെന്റിന് എടുത്ത് താമസിക്കുന്ന ഫ്ലാറ്റിലാണ്, തൊട്ടടുത്ത ഒരു ഫ്ലാറ്റ് കൂടി എടുത്തിട്ട് നിവിൻ പോളിയും സംഘവും, ഈ ശ്രേയ അടക്കമുള്ള സംഘം അവിടെ വന്നിട്ട് ഇവരെ ഇപ്പുറത്തെ ഫ്ലാറ്റിൽ ബന്ധനസ്ഥയാക്കി പീഡിപ്പിച്ചു എന്നുള്ള നിലയിലാണ്, പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഹൗസ് ഓണറുമായുള്ള ബന്ധം ഇവർക്കാണ്. ഹൗസ് ഓണറിൻ്റെ നമ്പർ പോലും, അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെ ഓണറുടെ നമ്പർ പോലും ശ്രേയയ്ക്ക് കൊടുക്കുന്നത് ഈ സ്ത്രീയാണെന്ന് ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്നതിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ. അവർ പിന്നീട് ദുബായ് പോലീസുമായി ബന്ധപ്പെട്ട് പരാതിയൊന്നും കൊടുക്കുന്നില്ല, നാട്ടിൽ വന്നിട്ട് നാളുകളായി പരാതികളൊന്നും കൊടുക്കുന്നില്ല. എത്രയോ മാസങ്ങൾക്ക് ശേഷം, കഴിഞ്ഞ 2 മാസത്തിനകത്താണ് ഇവരിതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് പോകുന്നത്. ഇവരുടെ വീട്ടിൽ, ദുബായിൽ ഇവർ ഉണ്ടായിരുന്ന സമയത്ത് ഇവരുടെ ഫ്ലാറ്റിൽ ഈ നിവിൻ പോളിയൊക്കെ ചേർന്ന് ഇവരെ പീഡിപ്പിക്കുന്ന സമയത്ത് ഇവരുടെ വീട്ടിൽ ഇവരുടെ ഭർത്താവിൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്നോ, നേര്യമംഗലത്തുള്ള ഇവരുടെ വീട്ടിൽ CCTV ക്യാമറ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഹിഡൻ ക്യാമറ സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വല്ലാത്ത വൈരുദ്ധ്യങ്ങളും വൈചിത്ര്യങ്ങളും നിറഞ്ഞ കുറേ മൊഴികളോ അങ്ങനെയുള്ള വെളിപ്പെടുത്തലുകളോ ആണ് ഈ ഇപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്ന യുവതി മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്നെ നൽകിയിട്ടുള്ളത്. ഈ മാധ്യമങ്ങൾക്ക് മുൻപിൽ അവർ നൽകിയിട്ടുള്ള ഈ വൈരുദ്ധ്യം നിറഞ്ഞ മൊഴികളൊക്കെയും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് തിരിച്ചടിയാകും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. ഇനി നിവിൻ പോളിയെക്കുറിച്ചാണ്. നിവിൻ പോളിയെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്, നേരിട്ട് കണ്ടിട്ടുള്ളത്. അതൊരു 10-13 വർഷം മുമ്പ് 2011 2010 അവസാനം 2011 അത് ദ മെട്രോ എന്ന് പറയുന്ന സിനിമ,
ആ സിനിമ സംവിധാനം ചെയ്തത് ബിപിൻ പ്രഭാകറാണ്. ആ സിനിമയിൽ നിവിൻ പോളിയും സുരാജ് വെഞ്ഞാറമൂടും മറ്റ് 2 ചെറുപ്പക്കാരും അതുപോലെ നമ്മുടെ ശരത് കുമാർ, തമിഴ് നടൻ ശരത് കുമാറൊക്കെ അഭിനയിച്ച ഭാവന നായികയായി വേഷമിട്ടൊരു സിനിമയാണ്. ഒരു രാത്രികൾ കേന്ദ്രീകരിച്ച് എറണാകുളം നഗരത്തിൽ മെട്രോയിൽ നടക്കുന്ന കുറേ സംഭവങ്ങൾ, അത് 3 ഇടങ്ങളിൽ നിന്ന് പുരോഗമിക്കുന്ന കഥയാണത്. 3 ഇടങ്ങളിൽ നിന്ന് പുരോഗമിച്ച് അവസാനം ഈ കഥാപാത്രങ്ങളൊക്കെ ഒരു ലൊക്കേഷനിൽ ഒരു കഥാഗതിയിൽ അങ്ങനെ ഒന്നിച്ച് ചേരുന്നൊരു കഥയാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം, കഥ പറഞ്ഞു വരുന്ന ആ ഒരു ഫസ്റ്റ് തുടക്കത്തിലൊരു സീക്വൻസ് ഒരു 6-7 മിനിറ്റ് നേരം ഏഷ്യാനെറ്റിൽ ഞാനന്ന് FIR എന്ന് പറയുന്ന ഷോ ചെയ്യുന്ന സമയമാണ്. ആ FIRലൂടെയാണ് ആ കഥ വരുന്നത്. ഞാനാണ് ആ ഒരു 7 മിനിറ്റ് സീക്വൻസ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്നൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി ആ ലൊക്കേഷനിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ബിപിൻ പ്രഭാകറാണ് ഇദ്ദേഹത്തെ, നമ്മുടെ നിവിൻ പോളിയെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അന്ന് നിവിൻ പോളി വലിയ താരമൊന്നും ആയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ആ ചെറുപ്പക്കാരൻ്റെ ഒരു ഡൗൺ ടു എർത്ത് ആയ ഒരു ക്യാരക്ടറാണ് ആ ചെറുപ്പക്കാരനെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നീടുള്ള 13 വർഷം കൊണ്ട് നിവിൻ പോളി അതിനിടയ്ക്ക് തന്നെ വലിയ സ്റ്റാർ ആവുകയും പിന്നീട് കുറച്ച് മങ്ങുകയും ഒക്കെ ചെയ്തു. എങ്കിലും നിവിൻ പോളി എന്ന് പറയുന്ന എനിക്ക് പരിചയമുള്ള നിവിൻ പോളി എന്ന ചെറുപ്പക്കാരൻ അത്രയേറെ ഡൗൺ ടു എർത്ത് ആയ, അന്ന് തന്നെ ഒരു പ്രോമിസിങ് ആക്ടറാണ് എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന തരത്തിലായിരുന്നു നിവിൻ പോളി. മാത്രമല്ല അതിൻ്റെ പെരുമാറ്റം അത്രയും മാന്യമായും അത്രയും ഒരു സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ഒക്കെയുള്ള പെരുമാറ്റമായിരുന്നു. നിവിൻ പോളിയെ അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ കാരണം, ഇന്നലെ ഈ വിവാദങ്ങളുടെ തുടർച്ചയായി അല്ലെങ്കിൽ ഈ ആക്ഷേപം വന്നപ്പോൾ അതിനുശേഷം നിവിൻ പോളി ഇങ്ങനെ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം ഏതാണ്ട് മുഴുവനായി കേട്ടു. വല്ലാത്തൊരു വിഷമം തോന്നി. അത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ അദ്ദേഹത്തെ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പരിചയപ്പെട്ടു പോയിട്ടുള്ളത് കൊണ്ടാകാം അങ്ങനെ ഒരു വിഷമം തോന്നിയെന്നാണ് തോന്നുന്നത്. കാരണം വളരെ നിസ്സഹായ അവസ്ഥയിലാണ്. വളരെ ബോൾഡായിട്ട് നിവിൻ പോളി നെഞ്ചും വിരിച്ച് നിന്ന് വാർത്താ സമ്മേളനം നടത്തിയെന്നൊക്കെ ആണ് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം വല്ലാതെ അദ്ദേഹത്തിന് ഒരു പതർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു മനുഷ്യനും, എത്ര വലിയ ധീരനായ മനുഷ്യനെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു ആക്ഷേപം വരുമ്പോൾ അത് ഈ പ്രത്യേകിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് വല്ലാതെ പതറിപ്പോകും. അതുകൊണ്ടാണ് നിവിൻ പോളി പറയുന്നത്, ഇതിപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ എനിക്കത് സംസാരിച്ചല്ലേ പറ്റൂ. ഇതുപോലെ ഇനിയും ആരോപണങ്ങൾ പലർക്കുമെതിരെ ഉണ്ടാകാം, അവർക്കും കൂടി വേണ്ടിയാണ് എൻ്റെ ഫൈറ്റ്. ഇത്തരത്തിൽ മുൻപും പലർക്കുമെതിരെ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാവുകയും അതൊക്കെ വ്യാജ ആരോപണങ്ങളാണെന്ന് തെളിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നിവിൻ പോളി പറയുന്നുണ്ട്. അതിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖം അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. അദ്ദേഹം അറിയാമല്ലോ, നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ സഹപാഠിയെ തന്നെ വിവാഹം കഴിച്ച് അങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് നിവിൻ പോളി. ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ വലിയ ഒരു കരിയറിലെ വലിയ ഹിറ്റുകളൊന്നും അടുത്ത കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയും കുറച്ച് സ്വാഭാവികമായും മലയാള സിനിമയിൽ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു സാറ്റലൈറ്റ് വാല്യൂ ഒക്കെ വെച്ചിട്ട് ഏറ്റവും 1-ാം നമ്പറിലൊക്കെ നിന്ന ഒരു നടനാണ് നിവിൻ പോളി. അവിടെ നിന്നാണ് പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാല്യൂ കുറഞ്ഞു വരുന്നതോ അദ്ദേഹത്തിന് അങ്ങനെ ഹിറ്റുകൾ തുടർച്ചയായി ഉണ്ടാക്കാൻ പറ്റാതിരിക്കുകയോ ഒക്കെ വന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അതിൻ്റെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ വല്ലാത്തൊരു ദുഃഖം തോന്നി. കാരണം അങ്ങനെ ഒരു ആക്ഷേപത്തിന് അത് ബേസ്ലെസ് ആണെങ്കിൽ, അടിസ്ഥാനപരമല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം നേരിടുന്ന ഒരാളുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാം. അദ്ദേഹം ഒരുപാട് പേർക്ക് മുമ്പിൽ, ഒരുപാട് പേരോട് അദ്ദേഹം വിശദീകരിക്കേണ്ടി വരുമല്ലോ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഒരു സെലിബ്രിറ്റി ആയിരിക്കുന്ന ഒരാൾക്ക് അത് അങ്ങനെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറഞ്ഞപക്ഷം അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയോ ബന്ധുക്കളെയോ അടുത്ത സുഹൃത്തുക്കളെയെങ്കിലും അദ്ദേഹത്തിന് കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടി വരുമല്ലോ. അതൊരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. ഇന്നലെ വരെ നടന്ന വഴികൾ ഇന്നു മുതൽ ഒരു മനുഷ്യന് നടക്കാൻ കഴിയാത്ത വണ്ണം അയാളെ അന്യനാക്കി കളയുന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഇങ്ങനെ ഒരു ആക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വല്ലാതെ സങ്കടം തോന്നി. അപ്പോൾ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകളെങ്കിലും ചെയ്യാൻ ചെയ്തിരുന്നു. പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന പല കാര്യങ്ങളും വസ്തുതാ വിരുദ്ധമെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തോന്നുന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല പലയിടത്തും പൊരുത്തക്കേടുകളുണ്ട്. അതുതന്നെയാണ് അവർ ആദ്യം കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടും പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് ആ കേസ് തള്ളിപ്പോയതും അല്ലെങ്കിൽ കേസ് പിന്നീട് മുമ്പോട്ട് പോകാതിരുന്നതും. അപ്പോൾ ഇങ്ങനെ ഈ വളരെ ജെനുവിനായ കേസുകൾ കൂടി ഇത്തരത്തിലുള്ള ഈ സംശയത്തിൻ്റെ നിഴലിലാകുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ ജെനുവിനായിട്ടുള്ള കേസുകൾ കൂടി അതിൻ്റെ കൂടി കരുത്തു ചോർന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. അതൊന്ന്. 2, ഇപ്പോൾ നിവിൻ പോളി ഇന്നലെ പറഞ്ഞതുപോലെ ഈ നിയമ നടപടിക്രമങ്ങളുമായൊക്കെ ഇനി എനിക്ക് മുമ്പോട്ട് പോയേ പറ്റൂ. കാരണം FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിവിൻ പോളിയെ പോലെ ഒരു നടൻ അദ്ദേഹം ഇനി അദ്ദേഹത്തിൻ്റെ ഈ യാത്രയിൽ, ഈ നിയമ നടപടികളുടെ യാത്രയിൽ അനുഭവിക്കേണ്ടി വരുന്ന സംഘർഷങ്ങൾ എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. പോലീസ് അന്വേഷണ സംഘം വിളിക്കുമ്പോഴൊക്കെ പോകണം, ചോദ്യം ചെയ്യൽ, അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൂടി കടന്ന് അവസാനം അയാൾ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെടുന്നത് വരെ, അല്ലെങ്കിൽ അയാൾ കുറ്റവാളിയാണ് എന്ന് തെളിയിക്കപ്പെടുന്നത്
ശിക്ഷിക്കപ്പെടുന്നു. അതുവരെ ആ പ്രോസസ്സ് നീളുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിവിൻ പോളി നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് സ്വാഭാവികമായും നിവിൻ പോളിയെ തന്നെ പോലെ തന്നെ അവർക്കും വേദനയുണ്ടാക്കുന്ന ഒരു അനുഭവം തന്നെയായിരിക്കും, ഒരു സംഭവം തന്നെയായിരിക്കും. അപ്പോൾ വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ, അതിപ്പോൾ എത്ര വലിയ നടനാവട്ടെ, എത്ര വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാകട്ടെ, ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ അത് വ്യാജമാണെങ്കിൽ അത് വല്ലാത്തൊരു വേട്ടയാണ്, ഒരു മനുഷ്യ വേട്ട എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണല്ലോ നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ ആപ്തവാക്യം. ആ ആപ്തവാക്യം നമുക്ക് ഒരിക്കൽ കൂടി മനസ്സിൽ ഓർത്തുവയ്ക്കും.